പോൾട്ടോവ മേഖലയിൽ നാറ്റോയുടെ സൈനിക പരിശീലകർ, സൈനിക ഉപദേഷ്ടാക്കൾ താമസിച്ചിരുന്ന ആ സ്ഥലം, അവർ റഷ്യക്കെതിരെയുള്ള പദ്ധതികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റഷ്യ അവരുടെ മിസൈൽ സ്ട്രൈക്ക് അവിടെ നടത്തി. അതിൽ ഒരുപാട് പേരെ കൊന്നു. മരിച്ചതിൽ ഒരുപാട് പേർ സാധാരണ ജനങ്ങളായിരുന്നുവെന്ന് ഉക്രൈൻ അധികാരി സെലൻസ്കി പറഞ്ഞിരുന്നു. അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ ഇവയൊക്കെ നമ്മൾ അവസാന വീഡിയോയിലൂടെ അറിഞ്ഞതാണ്. ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ വലുതാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർ അവരുടെ സ്റ്റേറ്റ്മെന്റ് നൽകുന്നതനുസരിച്ച് നോക്കിയാൽ സ്വീഡനിലുള്ള ഒരുപാട് പട്ടാളക്കാർ, 5-ലധികം പേർ ആ സ്ഥലത്ത് കൊല്ലപ്പെട്ടിരിക്കാമെന്നുള്ള ഒരു വലിയ വാർത്ത പടരുന്ന അതേസമയം ഇന്നലെ നാറ്റോ സൈനികർ താമസിച്ചിരുന്ന ഒരു സ്ഥലം റഷ്യ ആക്രമിച്ചല്ലോ. അതുപോലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്തു വച്ചിരിക്കുന്ന ഒരു സംഭരണശാല എന്ന വ്യാജേന ഒരു സ്ഥലത്ത് പുറം ലോകം അറിയാതെ ഉക്രൈൻ ആയുധങ്ങളെല്ലാം സ്റ്റോർ ചെയ്തു വെച്ചിരുന്നു. അത് ഞങ്ങൾ ആക്രമിച്ചു. ഫ്രണ്ട് ലൈനിലേക്ക് പോകാൻ തയ്യാറായി നിന്ന കണ്ടെയ്നേഴ്സിനെ ഞങ്ങൾ നശിപ്പിച്ചു. കണ്ടെയ്നേഴ്സും ട്രക്സിനെയും ഞങ്ങൾ നശിപ്പിച്ചു എന്ന് റഷ്യ ഇന്നൊരു പുതിയ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഈ പോൾട്ടോവയിൽ നടന്ന റഷ്യയുടെ മിസൈൽ സ്ട്രൈക്ക് ഇപ്പോൾ ഒരു വലിയ പ്രകമ്പനം തന്നെ ഉണ്ടാക്കി. ഉക്രൈനിൽ മാത്രമല്ല, ഉക്രൈനും അപ്പുറമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം പ്രതിധ്വനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാരണം ആദ്യം അവിടെ 50 പേർ മരിച്ചിരിക്കാമെന്ന വിവരം പുറത്തു വന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കിയാൽ 70-ൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കാം. ഇത് കൺഫേംഡ് റിപ്പോർട്ട്സ് ആണ്. എന്നാൽ മരണനിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഡബിൾ മടങ്ങ് വർദ്ധിക്കാം. കാരണം 250-ൽ കൂടുതൽ വ്യക്തികൾ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. സാധാരണ ഇഞ്ചുറി അല്ല. തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കേണ്ട രീതിയിൽ അവർ ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ തീർച്ചയായും ഈ 70 എന്നത് 140 അല്ലെങ്കിൽ 100 എന്ന എണ്ണം കവിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മിസൈൽ ആക്രമണം അവസാനിച്ചതിന് ശേഷം ആ ഗ്രൗണ്ടിൽ നിന്നും ചില ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. അവ ഒരുപാട് പേരെടുത്ത് പുറത്തുവിടാനും തുടങ്ങിയിട്ടുണ്ട്. അതിൽ സ്വീഡനിലുള്ള 5 സൈനിക ഉദ്യോഗസ്ഥർ ആ സംഭവ സ്ഥലത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ഗ്രൗണ്ടിൽ നിന്നും ലഭിച്ച വീഡിയോ വഴി കൺഫേം ആകാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും സെലൻസ്കി പറയുന്നത് ആ സ്ഥലത്തെ സൈനിക ഉദ്യോഗസ്ഥർ, പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇല്ല. റഷ്യ ആക്രമിച്ചതെല്ലാം സാധാരണ ജനങ്ങളെയാണ്, സാധാരണക്കാരുണ്ടായിരുന്ന ആശുപത്രിയാണ് ആക്രമിച്ചത് എന്ന് ഇപ്പോഴും സെലൻസ്കി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു. ആ ഒരു ഉറച്ചു നിൽക്കലാണ് നമുക്കിവിടെ വളരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസ് തന്നെ ഈ വിവരങ്ങളെല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട്. എങ്കിലും സെലൻസ്കി അദ്ദേഹത്തിന്റെ പ്രസ്താവന മാറ്റേണ്ട യാതൊരു മനോഭാവത്തിലുമില്ല. കൂടാതെ ചില മണിക്കൂറുകൾക്ക് മുൻപ് സ്കൈ ന്യൂസിൽ സെലൻസ്കിയുടെ ഒഫീഷ്യൽസ് പറഞ്ഞതായി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് കേഴ്സ് പ്രദേശത്ത് ഉക്രൈൻ റഷ്യയുടെ ലാൻഡ് ഏകദേശം 1300 ചതുരശ്ര കിലോമീറ്റർ വരെയും ഒക്കുപൈ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 50 സ്ക്വയർ കിലോമീറ്റർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലൈനിൽ വലിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു വിജയം ഉക്രൈന് കേഴ്സിൽ ലഭിക്കുന്നുവെന്നുള്ള ഒരു വലിയ കാര്യം പറഞ്ഞു. ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഈ ഫ്രണ്ട് ലൈനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ്. അതിനുദാഹരണമായി ഒരു സംഭവം പറയാം. ന്യൂയോർക്ക് ടൗൺ എന്ന ഉക്രൈനുള്ളിലെ ഒരു പ്രദേശം, ഈ പോക്രോസ്, ബാഖ്മുത്ത്, അവ്ദീക, ക്രമറ്റോസ്, ഈ 4 പ്രദേശങ്ങൾക്കും നടുവിലുള്ള ഒരു ഭാഗം, അതായത് ഫ്രണ്ട് ലൈനിലുള്ള ഒരു പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ്, ഇത് ഉക്രൈന്റെ കൺട്രോളിലായിരുന്നു. ഇതിന്റെ ഔട്ട്സ്കേർട്സ് ക്യാപ്ചർ ചെയ്യുക, പിന്നീട് പതിയെ ആ സിറ്റീസിനെ ക്യാപ്ചർ ചെയ്യുക, ഇങ്ങനെ 2 ആഴ്ചയ്ക്ക് മുൻപ് റഷ്യ പ്രദേശത്തേക്ക് നുഴയാൻ തുടങ്ങി. ഇപ്പോൾ അതിന്റെ മുഴുവൻ നിയന്ത്രണവും റഷ്യയുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട്. ന്യൂയോർക്ക് ടൗൺ, ഉക്രൈനുള്ളിൽ ന്യൂയോർക്ക് എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു പ്രദേശം റഷ്യ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലേക്ക് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷം ഉക്രൈൻ ആ സ്ഥലത്തെ തിരിച്ചെടുക്കാനായി ഒരു വലിയ സൈന്യത്തെ അയക്കുന്നു. 150-ൽ കൂടുതൽ പട്ടാളക്കാരെ ആ സ്ഥലത്തേക്ക് അയച്ച് അതിന്റെ വെസ്റ്റേൺ ഔട്ട്സ്കേർട്സ് ക്യാപ്ചർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസാന 48 മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റം ഈ മുൻനിരയിൽ സംഭവിക്കാൻ തുടങ്ങി. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായ ന്യൂയോർക്ക് എന്നതും റഷ്യയുടെ കൈകളിലേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത റഷ്യയുടെ കൈകളിലേക്ക് പോകാൻ പോകുന്ന മേഖല തീർച്ചയായും പോക്രോസ് ആയിരിക്കും. അത് റഷ്യയുടെ കൈകളിലേക്ക് ആകുന്ന സമയം ഉക്രൈൻ വളരെ മോശമായി വേദനിക്കും. കാരണം വളരെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് ഹബ് ഉക്രൈൻ എത്രയും പെട്ടെന്ന് നഷ്ടപ്പെടുത്താൻ പോവുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലിവി പ്രദേശത്ത് നടന്നതാണ് വളരെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അതിനുള്ള കാരണം ഇവിടെ മിസൈൽ സ്ട്രൈക്ക് റഷ്യ നടത്തിയിട്ടില്ല. മിസൈൽ ആക്രമണം നടത്തിയതായി ചില വാർത്തകൾ പുറത്തു വന്നാലും അതിനുള്ള യാതൊരു തെളിവുമില്ല.
ഷാഹിഡ് ഡ്രോൺസ് ഉപയോഗിച്ച് ഒരാക്രമണം ഈ സ്ഥലത്ത് റഷ്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ ഡ്രോണുകൾ അവിടെ ധാരാളം പറന്നെങ്കിലും ആ സ്ഥലത്ത് ആക്രമണം നടത്തിയത് പുലർച്ചെയായിരുന്നു. ഈ ഒരു ആക്രമണം നടന്ന് അവസാനിച്ചതിന് ശേഷം രണ്ട് ഭാഗവും എന്ത് പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ആരാണ് പറയുന്നത് സത്യം, സംഭവ സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ ഇവർ പറഞ്ഞതുമായി മാച്ച് ആകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ ഉക്രൈൻ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, റഷ്യ ലിവി പ്രദേശത്ത് വളരെ മോശമായ ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചു. ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം വഴി 60 ഡ്രോൺസിന് വരെയും ഞങ്ങൾ മുഴുവൻ പ്രവിശ്യയിലും വെടിവെച്ച് വീഴ്ത്തി. അതിന്റെ സ്പെയർ പാർട്സ് താഴേക്ക് വീണപ്പോൾ ധാന്യം ശേഖരിച്ചു വച്ചിരുന്ന ഗോഡൌണിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ഇങ്ങനെ ഉണ്ടായ ആ ഒരു തീപിടുത്തം ആ ഗോഡൌണെ മുഴുവനായും ചാരമാക്കി. മാത്രമല്ല അവിടെ നിന്നും പുറപ്പെടാൻ തയ്യാറായി നിന്ന 4 ട്രക്കുകൾ, കണ്ടെയ്നറോടുകൂടി നിന്ന ട്രക്കുകളെ പൂർണ്ണമായും ചാരമാക്കി. റഷ്യ വളരെ മോശമായ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഉക്രൈൻകാർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ലഭ്യമാകാൻ പാടില്ല. ഉക്രൈൻ വരും കാലങ്ങളിൽ ഭക്ഷ്യക്ഷാമം കാരണം കഷ്ടപ്പെടണം എന്ന ചിന്തയോടുകൂടി ഞങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടവർ ആക്രമിക്കാൻ തുടങ്ങിയെന്ന് ഒരു പ്രസ്താവന പുറത്തുവിട്ടു. ശരി, ഇത് ഉക്രൈനിൽ നിന്ന് വന്ന വിവരം. ഇതിന് റഷ്യ എന്ത് പറഞ്ഞു? കാരണം ആക്രമണം നടന്നതിനു ശേഷം റഷ്യയുടെ പക്കൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് വരണമല്ലോ. അവർ പറഞ്ഞത്, ശത്രുവിന്റെ പ്രദേശത്ത് നാറ്റോ ആയുധങ്ങൾ ഒരു സ്ഥലത്ത് വളരെയധികം കുമിഞ്ഞുകൂടി കിടന്നതായി ഇന്റലിജൻസ് വിവരം ഞങ്ങൾക്ക് ലഭിച്ചു. ഈ വിവരം ലഭിച്ചതിന് ശേഷം അതിന്റെ സെൻസിറ്റിവിറ്റി ഞങ്ങൾ പരിശോധിച്ചു. കാരണം അടുത്ത് സിവിലിയൻ ഏരിയാസ് ഉണ്ടോ, സത്യത്തിൽ അവിടെ വെപ്പൺസ് ഉണ്ടോ എന്നുള്ള ചില ക്രോസ് വെരിഫിക്കേഷൻസ് ഞങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഡ്രോൺ യൂണിറ്റ്സ് ആ സ്ഥലത്ത് ടാർഗറ്റ് ചെയ്യുന്നു. റഷ്യയുടെ സൈനികരിൽ നിന്നും 65-ൽ കൂടുതൽ ഡ്രോൺസ് ആ പ്രദേശത്തെ നോക്കി അയച്ചു. ഈ കോർഡിനേറ്റ്സിനെ നോക്കി ലോഞ്ച് ചെയ്തു. ഇങ്ങനെ അയച്ചതിൽ എല്ലാ ഡ്രോണുകളും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ഈ ആക്രമണത്തിൻ്റെ ഫലം വഴി നാറ്റോ ആയുധം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വലിയ ഗോഡൗൺ ഞങ്ങൾ മുഴുവനായും നശിപ്പിച്ചു. കൂടാതെ ആ സ്ഥലത്ത് നിന്നും മുൻനിരയിലേക്ക് ആയുധങ്ങൾ അയക്കാൻ തയ്യാറായി നിന്ന, ആയുധങ്ങളോടുകൂടി തയ്യാറായി നിന്ന 3-4 ട്രക്സിനെ വരെയും ഞങ്ങൾ നശിപ്പിച്ചു. അപ്പോൾ ഇത് ശത്രുവിന് വലിയൊരു നഷ്ടമാണ് എന്ന് റഷ്യയും ഒരു പ്രസ്താവന നൽകി. ഇതെങ്ങനെ ശരിയാകും? ഒരു ഭാഗത്ത് ഉക്രൈൻ ഭക്ഷ്യ സംഭരണശാല ആക്രമിച്ചുവെന്ന് പറയുന്നു, മറ്റൊരു ഭാഗത്ത് റഷ്യ ആയുധശേഖരം നശിപ്പിച്ചു എന്ന് പറയുന്നു. ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്ന് നോക്കിയാൽ ഈ ദൃശ്യം നിങ്ങളോ നോക്കുക. ഓരോ ഫോട്ടോസായി കാണിക്കാം, അത് നിങ്ങൾ വ്യക്തമായി നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അകത്ത് നിന്ന് സെക്കൻഡറി എക്സ്പ്ലോഷൻസ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വെടിമരുന്ന്, കെറോസിൻ, ഓയിൽ, ഇവയെല്ലാം വളരെ സെൻസിറ്റീവായവയാണ്. ചെറിയൊരു തീപ്പൊരി മതിയാകും, വലിയൊരു തീപിടുത്തം തന്നെ അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു സ്ഫോടനം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് ഈ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഒരുപാട് പേർക്ക് കൃഷിയെക്കുറിച്ചും കാർഷിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാം. പഞ്ഞി അല്ലാതെ, പഞ്ഞി ഒഴികെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ, പ്രധാനമായും ഗ്രെയിൻസ് എന്ന് പറയപ്പെടുന്ന അരി, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, എണ്ണ ഒഴികെ ഇവയൊന്നും ഇത്ര മോശമായി കത്തില്ല. ഇപ്പോൾ ഉക്രൈൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. തീർച്ചയായും ഇതിൽ ഒന്നും തന്നെ ഓയിൽ എടുത്ത് കൊണ്ടുപോയ കണ്ടെയ്നേഴ്സ് അല്ല. ആ ഗോഡൌൺ ആക്രമിച്ച വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തീർച്ചയായും ആ ഒരു സ്ഥലത്ത് ധാന്യം സൂക്ഷിച്ചിരുന്നിട്ടില്ല. പകരം മറ്റെന്തോ അവിടെ ഉണ്ടായിരുന്നു. അത് ആയുധങ്ങളും ആയിരിക്കാം. ഇപ്പോൾ ഇന്നലെ നാറ്റോ സൈനികർ താമസിച്ചിരുന്ന സ്ഥലത്തെ റഷ്യ ആക്രമിച്ചു. ഇന്ന് നാറ്റോയുടെ ആയുധങ്ങൾ വച്ചിരുന്ന ഗോഡൌൺസ് നശിപ്പിക്കുന്നു. പോരാത്തതിന് മറ്റൊരു സെറ്റിൽമെന്റ് ന്യൂയോർക്കിനെയും റഷ്യ ക്യാപ്ചർ ചെയ്യുന്നു. ഇങ്ങനെ പതിയെ പതിയെ കേഴ്സ്ക് ഇൻവേഷന് ശേഷം റഷ്യയുടെ യുദ്ധം എന്നത് ശക്തിയാർജിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സീസ് ഫയർ വരുന്നതിന് മുൻപ് ഉക്രൈൻ കേഴ്സ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ അവരുടെ കീഴിലേക്ക് ആക്കാനായിരിക്കും ശ്രമിക്കുക. ഇന്നലെ നടന്ന എക്കണോമിക് ഫോറമിൽ പുടിൻ ഒരു കാര്യം പറഞ്ഞു. ബ്രസീൽ, ഇന്ത്യ, ചൈന ഇവർ എല്ലാവരുമായും ഞങ്ങൾ കണ്ടിന്യൂസ് കണക്ഷനിലുണ്ട്. ഇവരെല്ലാവരും ചിന്തിച്ചാൽ ഒരു സമാധാനം കൊണ്ടുവരാം. ഞങ്ങൾ സമാധാന ചർച്ചയ്ക്ക് വരില്ല, ഞങ്ങൾ പീസ് ടോക്സിന് റെഡി അല്ല എന്ന വിവരം പുറത്തു വരുന്നത് തന്നെ തെറ്റാണ്. ഞങ്ങൾ എപ്പോഴും സമാധാനത്തിന് തയ്യാറാണ്, എന്നാൽ ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കണം. 2022 ഇസ്താൻബുളിൽ വെച്ച് എങ്ങനെയുള്ള വ്യവസ്ഥകളാണോ ഉണ്ടായിരുന്നത് അതേ വ്യവസ്ഥകൾ തന്നെ. ആ സമയത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വാക്ക് കേൾക്കാതിരുന്നെങ്കിൽ ഈ സമയത്ത് ഈ യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അതേ വ്യവസ്ഥകൾ ഈ സ്ഥലത്ത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഒരു സമാധാന ചർച്ചയ്ക്ക് വരാം. ഈ നാടുകളെല്ലാം ചിന്തിക്കുകയാണെങ്കിൽ, പ്രധാനമായും ഇന്ത്യ, ചൈന വിചാരിക്കുകയാണെങ്കിൽ ഇത് സമാധാനം വഴി തീർച്ചയായും അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ സെലൻസ്കി ഈ ടേബിളിൽ വരുന്നതിന് മുൻപ് അവരും എത്രയും പെട്ടെന്ന് കേഴ്സ്കിൽ ഒരു വലിയ ക്യാപ്ചർ നടത്തണമെന്ന് ചിന്തിക്കുകയും ആ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട പല സെറ്റിൽമെന്റ്സ് ഇപ്പോൾ ഡോൺബോസ് റീജിയണിൽ റഷ്യയുടെ കൈകളിലേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്.
ന്യൂയോർക്ക് റഷ്യയുടെ കൈകളിലേക്ക് വന്നു. അടുത്തത് പോക്രോവ്സ് ആയിരിക്കും. ഇതിനിടയിൽ 650 മിസൈൽസ് 163 മില്യൺ വിലമതിക്കുന്ന ഒരു സഹായ പാക്കേജ് ഉക്രൈൻ നൽകുന്നതായി UK പറഞ്ഞു. ഇതിൽ 6-7 കിലോമീറ്റർ ഷോർട്ട് ഡിസ്റ്റൻസ് ഉള്ള എയർ ഡിഫൻസ് സിസ്റ്റം, ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന ഡ്രോൺസ്, കൂടാതെ ഫൈറ്റർ ജെറ്റ്സിനെ വെടിവെച്ച് വീഴ്ത്താൻ കഴിവുള്ള 650 മിസൈൽസ് നൽകുന്നതായും UK നിന്നും ഒരു അറിയിപ്പ് വന്നു. കൂടാതെ കീവ് ഇൻഡിപെൻഡന്റ് ഉക്രൈൻ ചാനലിൽ ഇന്നൊരു വാർത്ത വന്നു. കേഴ്സ്ക് ഒഫൻസീവ് റഷ്യയ്ക്ക് വളരെയധികം ഭയം സൃഷ്ടിച്ചിട്ടുണ്ട്. കേഴ്സ്കിൽ ഇതുവരെയും 6000 സൈനികരെ റഷ്യ നഷ്ടപ്പെടുത്തി. അകത്തേക്ക് വരുന്ന റഷ്യൻ സൈനികരെ ഉക്രൈൻ അവരുടെ കെണിയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഒരു വലിയ ന്യൂസ് പറഞ്ഞു. പക്ഷേ ഈ സ്ഥലത്ത് ഇത് സത്യമായിരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എപ്പോഴും റഷ്യ ആയാലും ഉക്രൈൻ ആയാലും ഏതൊരു രാജ്യമാണോ ഡിഫൻസീവ് പൊസിഷൻ എടുക്കുന്നത് അവർക്കുള്ള നഷ്ടം വളരെ കുറവായിരിക്കും. കാരണം ഒഫൻസീവ് ഓപ്പറേഷൻ വരുന്നവർ കൂടുതൽ ആയുധങ്ങൾ ചിലവാക്കും. അവർ ഒരു അഗ്രസർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കുള്ള നഷ്ടവും അവിടെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്, അവരുടെ തന്ത്രം ശരിയാണെങ്കിൽ. അതിനാൽ ഈ സ്ഥലത്ത് റഷ്യയുടെ കേഴ്സ്കിൽ ഉക്രൈൻ 6000 റഷ്യൻ സൈനികരെ കൊന്നു എന്നുണ്ടെങ്കിൽ അതേസമയം ഉക്രൈനും ഒരു വലിയ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ശരിവെക്കുന്ന രീതിയിൽ ഒരുപാട് ഫൂട്ടേജസും പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉക്രൈനിലെ ഒരു സൈനികൻ സറണ്ടർ ആകാനായി വരുന്നു. എന്നാൽ പെട്ടെന്ന് റഷ്യയുടെ സൈനികന്റെ കയ്യിലുള്ള തോക്ക് പിടിച്ചു വാങ്ങാനുള്ള ശ്രമത്തിൽ അയാൾ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. കൂടാതെ ഒരു 65 പ്രിസനോവാസിനെ ഒരു വീടിനുള്ളിൽ വെച്ച് തന്നെ റഷ്യ ക്യാപ്ചർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ കേഴ്സ് ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 6000 സൈനികരെ ഉക്രൈൻ കൊന്നു, റഷ്യൻ സൈനികരെ കൊന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് ഒരു സംശയാസ്പദമായ കാര്യമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.